ഹായ് ഹായ് എല്ലാവർക്കും വെൽക്കം ടു നൈസ് ടു മീറ്റ് യുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് തനി നാടൻ നാരങ്ങ അച്ചാർ. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നല്ല മഴയാണ്. ഇനി എൻ്റെ നാരങ്ങ മരം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ചെറുനാരങ്ങ മരം, ഇതാണ് നമ്മുടെ ചെറുനാരങ്ങ മരം. അപ്പോൾ നിറച്ചുണ്ടായിട്ടുണ്ട്, അത്യാവശ്യം നമുക്ക് നാരങ്ങയൊക്കെ ഉണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ ദിവസം കിട്ടുന്ന ചെറുനാരങ്ങ കൂട്ടി വെച്ച് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറയുക. ഇതാണ് നമ്മുടെ ചാമ്പങ്ങ, അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. കേടുണ്ട്, അതുപോലെ തന്നെ നല്ല ചാമ്പയ്ക്കയും കൂടിയാണ് കേട്ടോ. കാണുമ്പോൾ അറിയാം കേട്ടോ, നല്ല ചൊകാന്നുള്ള നല്ല മധുരമുള്ള ചാമ്പയ്ക്കയാണ്. ഇതാണ് നമ്മുടെ ചാമ്പമരം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തത്. ഇത് നമ്മുടെ കൊല കുത്തുന്ന നമ്മുടെ ചെറുനാരങ്ങയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ചെറുനാരങ്ങ? സൂപ്പറല്ലേ? ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെറുനാരങ്ങ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഉണ്ടായി, അതായത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് പഴുത്തത് നോക്കിയിട്ട് താഴത്തേക്ക് വീഴുമ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് 8-10 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു പൂക്കൾ ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള കുഞ്ഞു പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ അതല്ല, നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ എന്നാലും ഒന്നും കൂടി കാണിച്ച് തന്നതുള്ളൂ. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങ ഇതുപോലെ എനിക്ക് എല്ലാ ദിവസവും കിട്ടുന്ന നാരങ്ങയാണ് ഞാൻ സൂക്ഷിച്ച് വെക്കണത്. അപ്പോൾ അത്യാവശ്യം അതായത് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാനായിട്ടൊരു മടി, ചൂടൊക്കെ പോയി തണുപ്പാണല്ലോ വന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതായത് കരിവേപ്പില വേണം. 8-10 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുണ്ട് കണ്ട, 8-10 ചെറുനാരങ്ങ. അതുപോലെ തന്നെ ഇഞ്ചിയാണ്, ഒരു അത്യാവശ്യം വലുപ്പത്തിലെ ഇഞ്ചി, 1-2 പച്ചമുളക്, ആവശ്യത്തിന് കരിവേപ്പില. ഓക്കെ, പിന്നെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യമാണ്. ഓക്കെ, അടുത്തത് കാണിച്ചു തരാം. മുളക് പൊടി ആവശ്യത്തിന്, ഉലുവയും കടുകും ആവശ്യത്തിന്. അതിന് ശേഷം നമുക്ക് കായം പൊടിയാണ് ആവശ്യമുള്ളത്. പിന്നെ ഒന്നെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ ഈ പറയണ മാതിരി വെളിച്ചെണ്ണ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് നമ്മുടെ ഈ മരത്തിൽ നിന്നും പറിച്ചെടുത്ത, അതായത് താഴൊക്കെ വീണ് കിടക്കുന്ന കുറച്ച് ചെറുനാരങ്ങ ഉണ്ടായി, അതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി തുടച്ച് നല്ല കോട്ടൺ തുണിയിലൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇതുപോലെ എടുത്ത് വെക്കണം. ഈ വീഡിയോയിൽ കാണിക്കണ പോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, എനിക്ക് സൗണ്ടിന് ഭയങ്കര വ്യത്യാസമുണ്ട്, ഭയങ്കര കൊരുക്ക് വേദനയും കാര്യങ്ങളുണ്ട്. അപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, എന്നോട് ക്ഷമിക്കുക. വീഡിയോ 2-3 പ്രാവശ്യം ചെയ്ത് ഞാൻ മടുത്തിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തുടയ്ക്കുക. ഓക്കെ, തുടച്ചു. ഇനി തുടച്ചിട്ട് നമ്മളിതാ നല്ലൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം കൂടി വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്താ പറയുക നാരങ്ങ ആവി കയറ്റാനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ചെറുനാരങ്ങ നന്നായിട്ട് ആവി കയറണം. എന്നാൽ മാത്രമാണ് അച്ചാർ നല്ല രുചികരമായിട്ടുള്ള അച്ചാറൊക്കെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ വെച്ച ഗുണമെന്ന് പറഞ്ഞാൽ, ഈ സ്റ്റീലിൻ്റെ ചെറുപ്പത്തിൻ്റെ ഉള്ളിൽ വെച്ച ഗുണമെന്ന് പറഞ്ഞാൽ, ഈ നാരങ്ങ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നീരുണ്ടാവുമല്ലോ, ആ നീര് നമുക്ക് ചർക്കയ്ക്ക് പകരം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ അച്ചാറിലൊക്കെ നമ്മൾ ചൊറക്ക അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, അതായത് വിനാഗിരി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വീണ്ടും കിടക്കാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ചെറുനാരങ്ങ വേവിച്ച് മാറ്റി വെച്ചു. ഇനി അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച്, അതുപോലെ തന്നെ ചീഞ്ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുകും ഉലുവയും കൂടി നമ്മളൊന്ന് വറുത്ത് മാറ്റി വെക്കണം. ആവശ്യമുണ്ട്, പതുക്കെ പറയാം.
ഇതിലേക്ക് ഒന്നെങ്കിൽ നമ്മൾ നല്ലെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കുക. എനിക്ക് നല്ലെണ്ണ എൻ്റെ കഴിഞ്ഞു. ഞാൻ മിക്ക അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ നല്ലെണ്ണ ഉപയോഗിക്കാറ്. അപ്പോൾ നല്ലെണ്ണ മേടിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണ മേടിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകും ഉലുവിട്ടു. അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വന്തം വളത്തിലുണ്ടായ കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്യാണ്. പിന്നെ ഒരു മുഴം ഉള്ളി, അതായത് വെളുത്തുള്ളി, പിന്നെ നമ്മുടെ സ്വന്തം വളത്തിലുണ്ടായ പച്ചമുളക്, കരിവേപ്പിലയും കൂടി ആഡ് ചെയ്യാണ്. സ്വന്തം വളപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തനി നാടൻ ഡിഷാണ് കേട്ടോ. ഒരു കെമിക്കലില്ലാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷാണ്. പക്ഷേ ഇതിന് മുളക് പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൂടി ഉപ്പും കായും മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഉലുവി ഉണ്ട്, കടുകും. ഇനി അതേ വേഗത്തിലിട്ട ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ മുളക് പൊടി ഇടാണ്. മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ പൊടിച്ച് വെച്ച നമ്മുടെ കടുകും ഒലിവും കൂടിയും ചേർത്താണ്. ഇത് മാക്സിമം ഒരു ടീസ്പൂണുള്ളൂ കേട്ടോ. ഒരു ചെറിയ ടീസ്പൂണുള്ളൂ, ടേബിൾ ടീസ്പൂണുള്ള ചെറിയ ടീസ്പൂണുള്ളൂ. കുറച്ചല്ലേ ഉള്ളൂ, 8-10 കഷ്ണമുള്ളൂ നമ്മുടെ നാരങ്ങ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ കായംപൊടി ചേർക്കണം. ഇവിടെ പൊടിയായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കായാണുള്ളതെങ്കിൽ ആ കായം നന്നായിട്ട് വറുത്ത് പൊടിച്ച് ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ പൊടിയാണ്, എനിക്ക് പൊടിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പൊടി എടുത്ത് കായംപൊടി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ചെറുനാരങ്ങ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ വെള്ളം, അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാനുണ്ട്. കുറച്ചും കൂടി വേവാനുണ്ട്. അതായത് നമ്മുടെ ഈ പൊടികളൊക്കെ നമ്മുടെ ചെറുനാരങ്ങയിലേക്ക് യോജിപ്പിച്ച് കിട്ടണം. അതായത് ഒന്ന് ഇതായി വരണം, ഉപ്പും മുളകൊക്കെ ഒന്ന് ഇതാവണം. ഓക്കെ, എന്നിട്ട് മൂടി വെച്ച് വേവിച്ച് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, എൻ്റെ സൗണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട്, എന്നാൽ പോലും ഞാൻ എടുക്കാം കേട്ടോ. ഓക്കെ, വീണ്ടും ഞാനിത് മൂടി വെക്കുകയാണ് ഗൈസ്. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം എടുത്ത് ഇളക്കി മൂടി വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. നിങ്ങളെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനിതിവിടെ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. നമുക്കിത് മാക്സിമം 1-2 മാസമൊക്കെ നമുക്കിത് ഇതുപോലെ ചെയ്താൽ നമ്മുടെ അച്ചാർ കേടുകൂടാതൊക്കെ ഇരിക്കും. ഓക്കെ, അതായത് നമ്മൾ വിനാഗിരി അഥവാ ചുരക്ക് ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ ചേരുവ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് മൂടി ഞാൻ വെച്ചു. അപ്പോൾ നല്ല ഭംഗിയില്ലേ, നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഹായ്, എന്താ മണം, ഹായ് 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 ഹായ്. ഒക്കെ ഞാൻ മൂടി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ആവിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് മൂടി വെച്ച്. ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറുനാരങ്ങയുടെ റെസിപ്പി, അതായത് ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി. ഇതിലേക്ക് നമ്മൾ വേണമെങ്കിൽ ഇച്ചിരി ശർക്കര കൂടി ചേർക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാവേ, നല്ലൊരു ചില്ല് കുപ്പിയിലെടുത്ത് നമ്മുടെ ടീസ്പൂണൊക്കെ തുടച്ചിട്ട് വേണം കേട്ടോ. ചില്ലി കുപ്പി ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായി. ചില്ലി കുപ്പിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ അച്ചാർ കേട് വരാതെ എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അച്ചാർ നമ്മൾ കേട് വരാതെ ഇടാണ്. ഇതിലേക്ക് ഇതിന് മുമ്പ് ഞാൻ ഇതിൽ മാത്രം ഇച്ചിരി എന്നിട്ട് പറയാം, നമ്മൾ ശർക്കര നീരാണ് കേട്ടോ ഒഴിച്ചേക്കണം. ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചേക്കണത്. എന്നിട്ടാണ് നമ്മൾ ഈ ചില്ലിക്കുപ്പിയിലേക്ക് ഇടുന്നത് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി, പിന്നെ അതിൽ കാണിക്കാനും വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് വേണം 2-3 ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ജാറ് ഉണ്ട്. അപ്പോൾ ഈ ജാറ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഈ വെളിച്ചെണ്ണ, അതായത് വെളിച്ചെണ്ണ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത് ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലൊരു തുള്ളി വെള്ളമോ അതുപോലെ തന്നെ ഒരു തുള്ളി ചുരക്ക അഥവാ വിനാഗിരിയോ ഒഴിച്ചിട്ടില്ല. നന്നായിട്ട് ഇത് മൂടി വെച്ച് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലോ ഇങ്ങനെ മൂടി വയ്ക്കുക. അല്ലെങ്കിൽ നല്ല ഒരു പേപ്പറിലൊക്കെ, നല്ല കട്ടിയുള്ള പേപ്പറിൽ മൂടി വയ്ക്കുക. 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ആണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്, നല്ല എരിവുള്ള അമ്പഴങ്ങ അച്ചാർ.
അതിപ്പോഴും എന്താ ഇത്ര മാസമായിട്ടും ഇപ്പോഴും നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞൊരു കേട് വരാതെ ഇരിപ്പുണ്ട്. അതിനുള്ള സൂത്രമാണ് ഒന്ന് നമ്മൾ എടുക്കുന്ന ടീസ്പൂണും കാര്യങ്ങളൊക്കെ വെള്ളമില്ലാതെ എടുക്കുക. അതുപോലെ തന്നെ എണ്ണമയം മുകളിൽ എണ്ണ കിടക്കണ രീതിയിൽ വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട്. ഇച്ചിരി രീതി ഇത് 2ാമത്തെ ബോട്ടിലാണ്. വെള്ളമൊന്നും ഇല്ല എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അച്ചാറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഈ ഒരു കുപ്പി എടുത്താൽ മതിയായിരുന്നു, മറ്റു കുപ്പിയുടെ ആവശ്യം ഉണ്ടായില്ല. ഓക്കെ, ഇത് 2ാമത് എടുക്കേണ്ടി വന്നു. അത് എടുത്ത് നിറയാത്ത കാറുകൊണ്ടാണ് ഇതും കൂടി ഇട്ടത്. അപ്പോൾ ഇത് എടുക്കണം. അങ്ങനെ 2 ബോട്ടിലിൽ ഞാൻ ഇപ്പോൾ നിലവിൽ നിറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു പേപ്പറിൻ്റെ കഷണമാണ്, ഒരു കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ റൗണ്ടിൽ മുറിച്ചിട്ട് അതെടുത്ത് വെച്ചേക്കണതാട്ടോ. നിങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട, ചില്ല് കുപ്പിയിൽ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കാതെ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു. ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.